ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചെറുപയറും സേവനാഴിയും പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിഡിലനായിട്ടാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് കേടുകൂടാതെ എടുത്ത് ഉപയോഗിക്കാനും പറ്റും. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം ഇതിലേക്ക് 1 കപ്പ് കടലമാവ് വേണം. അതൊന്ന് അരിച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. കടലമാവ് നമ്മൾ എത്ര പുതുതായിട്ട് വാങ്ങിയതാണെങ്കിലും അത് പെട്ടെന്ന് കട്ട കിട്ടുമല്ലേ, അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് കടലമാവ് ഒരു ബൗളിലേക്ക് അരിച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഫുഡ് കളറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫുഡ് കളർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ കാണാനൊരു ലുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചേർത്തതാണ്. അപ്പോൾ നിങ്ങൾ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ മാവ് ഉണ്ടാക്കൂലേ, ആ ഒരു പരുവത്തിലുള്ള മാവാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പം മഞ്ഞൾപ്പൊടി ഒരു നുള്ളി ചേർത്താലും മതി. പക്ഷെ മഞ്ഞൾപ്പൊടി നമ്മൾ ഈ കളറിന് വേണ്ടിയിട്ട് ഇത്രത്തോളം മഞ്ഞൾപ്പൊടി ചേർത്താലും മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു കുത്ത്, ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ കളറിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ മാവിൻ്റെ സോഫ്റ്റ്നെസ് കണ്ടല്ലോ, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ ചെയ്യുന്ന പോലെ കുറച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ വേണ്ടത്. കൈ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്കിത് സേവനാഴിയിലേക്ക് നിറച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ട മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ ചെറുപയറാണ്. ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ 4 മണിക്കൂർ നേരം കുതിർത്തെടുത്തതാണ് കേട്ടോ. അത് നല്ല പോലെ ഒന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഇതിലേക്കുള്ള എണ്ണ ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്, നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ആ ഒരു അച്ച് തന്നെയാണ് കേട്ടോ സേവനാഴിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മാവ് എണ്ണയിലേക്ക് ഇതുപോലെ ചുറ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അച്ച് വെച്ചത് ശരിയായിട്ടില്ലായിരുന്നു കേട്ടോ ആദ്യത്തെ തവണ. അപ്പോൾ അതൊന്ന് മാറ്റി റെഡിയാക്കി വെച്ചിട്ട് രണ്ടാമത്തെ തവണ ചുറ്റിക്കുന്നതാണ് കേട്ടോ അപ്പോൾ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതുപോലെ മാവ് എണ്ണയിലേക്ക് ചുറ്റിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ വളരെ തിന്നായിട്ടുള്ള ഹോളായതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു 30 സെക്കൻഡ് ഒരു ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ തിരിച്ചിട്ടിട്ട് നമുക്കിത് തിരിച്ചൊരു 30 സെക്കൻഡ് വെച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. വളരെ തിന്നായിട്ടല്ലേ ഇത് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അടുത്ത് തന്നെ നിന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവൊക്കെ ഫ്രൈ ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് മതി 2 സൈഡും ഫ്രൈ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഈ മാവ് വെച്ചിട്ട് മുഴുവനായിട്ടും ഇത് ചുറ്റിച്ച് ഫ്രൈ ചെയ്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുള്ള ഊറ്റിയെടുത്തിട്ടുള്ള ചെറുപയറില്ലേ, അത് കുറേശ്ശെ ആയിട്ട് ഈ എണ്ണയിലേക്ക് തന്നെ ചേർത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചെറുപയർ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ഫ്രൈ ആയിട്ട് കിട്ടില്ല കേട്ടോ, കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഇത് നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുക. അപ്പോൾ ഞാനവിടെ ചെറുപയർ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ട് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു സേവ ഇല്ലേ, അത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ എണ്ണ കളയാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. നിങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ എണ്ണ വാർത്തതിന് ശേഷം ഇത് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ചെറുപയർ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാം. ചെറുപയറിൻ്റെ ആ ഒരു വേവ് എന്ന് പറഞ്ഞാൽ ഏകദേശം കളറ് മാറി തുടങ്ങുന്ന സമയത്ത് നമ്മളൊന്ന് എടുത്തിട്ട് ഒന്ന് കടിച്ചു നോക്കണം കേട്ടോ, ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ടോയെന്ന്. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഫ്രൈ ചെയ്യാനും ശ്രദ്ധിക്കണം. ഏകദേശം ഒരു 5 മിനിറ്റിന് 10 മിനിറ്റിൻ്റെ ഇടയിലായിട്ടാണ് കേട്ടോ ഇത് കുക്കായിട്ട് കിട്ടുക. നല്ല തീ കൂട്ടി വെച്ചിട്ട് നമ്മളിത് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല പോലെ ഹാർഡായിട്ട് പോവും, നമുക്ക് കടിക്കുമ്പോൾ ഒന്നൊരു സുഖം കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ബോംബെ മിക്സ്ചറിൻ്റെ ഒക്കെ ഉള്ളിൽ മസൂർ ദാൽ ഫ്രൈ ചെയ്തിടൂലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ്. നമ്മളിപ്പോൾ എണ്ണ പോകാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയ മിക്സ്ചർ ഞാനിപ്പോൾ ഇവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മളിവിടെ ഫ്രൈ ചെയ്ത് വെച്ച ചെറുപയറും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അടുത്ത ബാച്ച് ചെറുപയർ ഫ്രൈ ചെയ്ത സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ കോരിയിട്ട് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ബോംബെ മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മസൂർ ദാലൊന്നും ഇല്ലാതെ ചെറുപയർ ചേർത്തിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ പുറത്തുനിന്നൊന്നും വാങ്ങാതെ, ടേസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഇവിടെ പുറത്തുനിന്ന് വാങ്ങുന്ന ഏകദേശം സെയിം ആ ഒരു മിക്സ്ചറിൻ്റെ അതുപോലെ തന്നെയാണ് 90% കേട്ടോ. 100% എന്ന് പറയാൻ പറ്റില്ല, കാരണം അവരിതിൽ ബ്ലാക്ക് സാൾട്ടൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളത്. വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യാൻ പറ്റുന്ന പെർഫെക്റ്റ് റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്